AK വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ തായ്ലൻഡിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് കോറൽ ഐലൻഡിലാണ്. ഇന്ന് 3 സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പം ആദ്യം പോകുന്നത് കോറൽ ഐലൻഡിലോട്ടാണ്. അപ്പം ഞങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ബെർമുടയൊക്കെ ഇട്ട് വരണമെന്ന്. അതുകൊണ്ട് ഞാനൊരു ബെർമുടയൊക്കെ ആദ്യമായിട്ടാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും അല്ലല്ലോ. ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മുടെ നാടൻ ഫുഡ് ഓംലേറ്റും പിന്നെ ഓംലേറ്റ് ഉണ്ട്, ബുൾസ ഉണ്ട്. ഇതൊക്കെ സ്പൂണും ഫോർക്കും ഒക്കെ വെച്ച് ചെയ്യേണ്ടതാണ്. ഞാൻ കയ്യിലങ്ങ് എടുക്കും. അതിരാവിലെ തന്നെ ഞങ്ങൾ കോറൽ ഐലൻഡിലേക്ക് പോകാനായിട്ട് റെഡിയായി വന്നു. പക്ഷേ പിന്നെ എല്ലാവരും കൂടെ തീരുമാനിച്ചു കടൽ വിനോദങ്ങൾ ആദ്യം നമുക്ക് ആസ്വദിച്ചിട്ട് മതി കോറൽ ഐലൻഡിൽ പോകാൻ. അപ്പോൾ ഞങ്ങൾ കടൽ വിനോദം ഇവിടെ പ്രധാനമായിട്ടുള്ളത് പാരാഗ്ലൈഡിങ്സും സ്കൂബ ഡൈവിങ്ങുമാണ്. പാരാഗ്ലൈഡിങ്സിൽ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം ഇഷ്ടം പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഈ പാരച്യൂട്ടിൽ. എന്നെ അതിശയിപ്പിച്ചത് കടലിന് നടുവിലുള്ള സജ്ജീകരിച്ചിരിക്കുന്ന ഇവരുടെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഞാൻ ആ പാരാഗ്ലൈഡിങ് നോക്കി നിന്നാൽ ഞാൻ പിന്നെ കയറത്തില്ല. ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചു പാരാഗ്ലൈഡിങ്ങിൽ കയറണമെന്ന്. അതുകൊണ്ട് ഓടിച്ചെന്ന് അവരേതാണ്ട് ഒട്ടിച്ച് ചോദിച്ചായിരുന്നു, മുമ്പിൽ ചെന്ന് നിന്ന് അങ്ങ് പറന്നു. കണ്ടോ, ഒരു ഭയങ്കര നെഞ്ചിടിപ്പായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ട്. ഒരു ബോട്ടാണ് ഞങ്ങളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത്. ആ ബോട്ടിൻ്റെ സ്പീഡ് കൊണ്ട് ഇതും അങ്ങ് ഉയരത്തിലോട്ടങ്ങ് പോവുകയാണ്. മിനിറ്റിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് 2 ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊരു ഭയങ്കര സംഭവം തന്നെയായിരുന്നു. സ്കൂബ ഡൈവിങ് കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറിയ ചെവി വേദനയായതുകൊണ്ട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിലൊന്നും ഇറങ്ങണ്ടെന്ന്. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു നമുക്ക് കോറൽ ഐലൻഡിലോട്ട് പോകാമെന്ന്. അങ്ങനെ സ്പീഡ് ബോട്ടിലാണ് പിന്നെ ഞങ്ങൾ കോറൽ ഐലൻഡിലോട്ട് പോയത്.
ഈ സ്പീഡ് ബോട്ടാണെങ്കിലോ എൻ്റെ പൊന്നെ എന്നാ സ്പീഡിലാണ് അത് പോകുന്നത്. സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. അത് പൊങ്ങി എന്താന്നും ഇത്രയും ഗട്ടർ ഈ വെള്ളത്തിലും ഉണ്ടോ, നമ്മൾ കടലിലും ഉണ്ടോ എന്ന് തോന്നിപ്പോകും. ഭയങ്കര സ്പീഡ്. എൻ്റെ ഫോണൊക്കെ തെറിച്ച് പോയായിരുന്നു. പിന്നെ എല്ലാവരും ഇത് കണ്ടില്ലേ, ഭയങ്കര സ്പീഡ്. അയ്യോ, സ്പീഡ് ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2 ഹോണ്ടയുടെ എൻജിനാണ് വെച്ചിരിക്കുന്നത്. അന്നേരം തന്നെ നമുക്കറിയാമല്ലോ. അതുപോലെ കരയിലോട്ട് വരത്തില്ല ഈ ബോട്ട്. അവിടുന്ന് ഇവിടം വരെയും ഇറങ്ങി പിടിച്ചോണ്ട് വരിക. ഇത്രയും നടന്നു വരാൻ എനിക്ക് പേടിയായിരുന്നു. എന്നെ എന്തായാലും രാജി എന്നെ സഹായിച്ച് പിടിച്ചോണ്ട് വന്നു. കണ്ടില്ലേ, ഭയങ്കര പാടായിരുന്നു താഴോട്ട് ഇറങ്ങാൻ. എത്ര ആഴമുണ്ടെന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു പേടി. പിന്നെ അവിടുത്തെ അവർ ബോട്ടിലെ എനിക്കന്ന് അതിനകത്ത് നിറങ്ങി എന്തൊരു പേടിയാണ്. കാരണം കുറേ അങ്ങ് ഉള്ളിലോട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം കൂടെ ആ ബോട്ടിലെ ജീവനക്കാരും എല്ലാം കൂടെ എന്നെ പിടിച്ചിറക്കി പതുക്കെ കൊണ്ടുവരുവാണ്. അപ്പോൾ ഈ പിന്നെ ഓളമടിക്കും തോറും നമ്മുടെ കാലെ വന്ന് ഇടിച്ചിടിച്ചല്ലേ നിൽക്കുന്നത്. എല്ലാം പേടിയായിരുന്നു. ഞങ്ങളുടെ ഏലിക്കുട്ടി ടീച്ചറും കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരും എന്നെ പിടിച്ചുകൊണ്ട് വന്ന് ഇപ്പം ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കരിക്ക് പിന്നെ ഒരു കരിക്ക് മേടിച്ച് കുടിച്ച്. ഒരു കരിക്കിന് 70 ബാത്താണ്. അതിനകത്ത് വോഡ്ക ഒഴിച്ചാണ് തരുന്നത്. അപ്പോൾ 100 രൂപ. പക്ഷെ കരിക്കും വെള്ളം നല്ല സ്വീറ്റായിരുന്നു. ഈ വോഡ്ക ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കയ്പായതുകൊണ്ട് ഞാനധികം കുടിച്ചൊന്നുമില്ല. വലിയ കുറേ ബീച്ചിൽ പോയി അടിച്ചു പൊളിച്ചു. പക്ഷേങ്കിൽ പട്ടായ ബീച്ച് വന്ന് വേണം ഒന്ന് അടിച്ചു പൊളിക്കാൻ. ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഒന്ന് നീന്താൻ പോവുകയാണ്. കണ്ടില്ലേ, ബൈക്ക് പോകുന്നുണ്ടോ? ബൈക്കിൽ പോകുന്ന എടുക്കണം.
അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പിന്നെ കോറൽ ഐലൻഡിലെ എല്ലാവരും എത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി നേരെ ഹോട്ടലിലോട്ട് പോകുന്നു. അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ തന്നെ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന പ്രശസ്തമായിട്ടുള്ള തായ്ലൻഡിലെ ഏറ്റവും വലിയ ഷോയാണ് അൽക്കസാർ ഷോ. അതായത് 150ഓളം കലാകാരന്മാരാണ് അതിൽ പങ്കെടുക്കുന്നത്. അവരുടെ ആ ഡാൻസ് അത് കാണാൻ തായ്ലൻഡിൽ പോകുന്നവരെല്ലാം അത് കണ്ടിരിക്കണം. അപ്പം ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ അൽക്കാസാർ ഷോ നടക്കുന്നിടത്തോട്ട് കയറി. ഞങ്ങൾക്ക് സീറ്റ് നമ്പരൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ കയറി ഇരുന്നു. എൻ്റെ പൊന്നു, ഒരു 2-3 തിയേറ്ററിൻ്റെ വലുപ്പത്തിലാണ് അത് ആ ഒരു തിയേറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അൽക്കാസാർ കമ്പനി ലിമിറ്റഡ് അല്ലെങ്കിൽ അൽക്കാസാർ ക്യാബറേറ്റ് എന്നറിയപ്പെടുന്നു. ഇത് 1981 നവംബർ 8-നാണ് ഇത് സ്ഥാപിച്ചത്. യഥാർത്ഥത്തിൽ ഏകദേശം 100 കലാകാരന്മാരും ജീവനക്കാരുമായിരുന്നു. പക്ഷേ ഇപ്പോഴേ 150ഓളം കലാകാരന്മാർ അതിൽ പങ്കെടുത്തു. മുൻ അൽക്കാസാർ തിയേറ്ററിൻ്റെ 350 സീറ്റുകളായിരുന്നു. ഇപ്പോൾ അതിൽ 1200 സീറ്റുകൾ ശേഷിയുള്ള ഒരു പുതിയ തിയേറ്ററാണ്. അതുപോലെ തന്നെ ഇതാരും വെളിയിൽ കാണാതിരി അതിൻ്റെ ലൈറ്റുകളൊക്കെ എന്നതാ സംഭവം, അതിശയം തന്നെയാണ്. ഇത് ആരെയും കാണിക്കാതിരിക്കാനായിട്ട് ഇവർ എല്ലാവരും വന്ന് ആസ്വദിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ പിന്നെ ഈ വീഡിയോ എടുക്കരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ചിലരൊക്കെ ഫോൺ പൊക്കി പിടിച്ച് വീഡിയോ ഒക്കെ എടുത്തു. അന്നേരം ഞാനും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേന് അവർ സെക്യൂരിറ്റി വന്ന് പറഞ്ഞു ആരും വീഡിയോ എടുക്കാൻ പാടില്ല. ഇതൊരു വളരെ രഹസ്യമായിട്ടുള്ള ഒരു ഷോ ആയത്. എന്നാന്ന് വെച്ചാൽ എത്രയോ പേരാണ് ഇത് കാണാനായിട്ട് വരുന്നത്. ആർക്ക് ഇവിടെ വന്ന് ഇത് കാണാൻ പറ്റുകയുള്ളൂ, അല്ല വേറെ എവിടെ ഇരുന്നാലും ഇത് കാണാനൊക്കത്തില്ല. പരിപാടി കഴിഞ്ഞതും കലാകാരന്മാരെല്ലാം ഇറങ്ങി വന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 100 ബാത്താണ് ഒരാൾ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. തായ്ലൻഡിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ഓർത്തത് മുതലിറച്ചി തിന്നണമെന്നാണ്. എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്ന അതാ. ഞങ്ങൾ മാർക്കറ്റിലോട്ട് കയറിയതും മുതൽ ഗ്രില്ല് ചെയ്യുന്നു, അതിൻ്റെ തല വരെയും വെച്ചോണ്ടാണ് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ മണം അങ്ങോട്ട് നമ്മുടെ മൂക്കിലോട്ട് അടിച്ചപ്പോൾ തന്നെ നല്ല ഒരു ബീഫും അല്ല എന്നാൽ പന്നിയും അല്ല, ഒരു പ്രത്യേക മണം, നല്ല മണമായിരുന്നു. അപ്പോൾ ഒരു ബോക്സിനകത്ത് ഞങ്ങൾ 250 ബാത്ത് കൊടുത്ത് മുതൽ ഫ്രൈ ചെയ്തത് വാങ്ങിച്ചു. ഫ്രൈ അല്ല, ഗ്രില്ല് ചെയ്തതാണ്. ഇവിടെ എല്ലാം ഗ്രില്ല് ചെയ്താണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സോസോ എന്തെങ്കിലുമൊക്കെ പുരട്ടിയാണ് തരുന്നത്. അപ്പം ഞങ്ങൾക്ക് ആ കൂടെ തന്നിരിക്കുന്നത് വേറെ എന്തൊക്കെയോ എരിവുള്ളതും പിന്നെ ചില്ലിയുടേതും എല്ലാം ഉണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് ഓരോടത്തെ എന്തോരം മുതലകളെ അവിടെ വെച്ചേക്കുന്നത്. കൂടുതൽ ആളുകൾ ഇതാ വന്ന് വാങ്ങിക്കുന്നത് കണ്ടോ. ഞങ്ങൾക്കത് പീസാക്കി അയാൾ തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇച്ചിരി കട്ടിയുണ്ട്, ബീഫിനേക്കായി ഇച്ചിരി കൂടെ കട്ടിയുണ്ട്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇതൊക്കെ എന്താണോ എന്നൊക്കെ. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു. തായ്ലൻഡിൽ ഇന്നായിരുന്നു ഏറ്റവും കൂടുതൽ. ഞങ്ങൾക്ക് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുന്നത് നാളെ ഇതിനേക്കാൾ ബിസി ആയിരിക്കും എന്നാണ്. അപ്പം ഞങ്ങൾ അൽക്കാഷ ഷോ കഴിഞ്ഞ് ഞങ്ങളെ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് കംപ്ലീറ്റ് മാർക്കറ്റും ഞങ്ങളിപ്പോൾ കണ്ടൊന്ന് കറങ്ങിയതാണ്. ഇന്ന് ആദ്യമായിട്ടാണ് മുതലേ ഇറച്ചി കഴിച്ചത്. അപ്പോൾ ഇവിടെ പോർക്ക് എല്ലാം നല്ല ഫ്രൈ ആയി വെച്ചിരിക്കുകയാണ്. ഒരു കഷ്ണം മേടിക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ തിരിച്ചു പോകണ്ടേ, അതും ഒരു ഭയമുണ്ട്. ഇനി നല്ലപോലെയൊക്കെ വെന്തില്ലെങ്കിൽ അത് പ്രശ്നം വരും. അതുപോലെ അവിടുന്ന് 2 ബനിയനൊക്കെ മേടിച്ചു. അപ്പം ഇന്നത്തെ ഈ വീഡിയോ രാവിലത്തേത് അടിപൊളിയായിരുന്നു. ഇപ്പോഴത്തേത് അൽക്കാഷ ഷോയും കഴിഞ്ഞ് ഈ മാർക്കറ്റ് കംപ്ലീറ്റ് കണ്ടില്ല. ഒരു സ്ഥലം കുറച്ചേ കണ്ടുള്ളൂ. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തിരക്ക് കുറഞ്ഞെടുത്ത് ഞങ്ങൾ നിന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം ഇഷ്ടപ്പെടും, അതെനിക്കറിയാം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരുന്നുണ്ട്. യൂട്യൂബിൽ ഒന്ന് നോക്കിയേക്കണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.